നമസ്കാരം. എന്തുകൊണ്ടാണ് ബി.ജെ.പിയും ആർ.എസ്.എസിനെയും കേരളത്തിൽ ഇത്രയും അധികം എതിർക്കുന്നതെന്ന് നോക്കിയാലോ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ വർഗീയത. കേട്ട് തഴമ്പിച്ചതാണെങ്കിലും ഓരോ ദിവസം ചെല്ലുന്തോറും അതിന്റെ തീവ്രത കൂടി വരികയാണ്. ഇനിയെങ്കിലും ഇവിടെയുള്ള എല്ലാവരും അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇന്ത്യയിലെ മറ്റേതെങ്കിലും മുന്നണികൾക്ക്, അതായത് കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ CPM-നോ ബഹുജൻ സമാജ് പാർട്ടിക്കോ ഒന്നും ഇത്രയും പൊങ്കാല ഏറ്റുവാങ്ങേണ്ടി വരാത്തതിന്റെ കാരണവും ഇതുകൊണ്ട് തന്നെയാണ്. ഹിന്ദുവിശ്വാസ പ്രകാരം രാമന്റെ ജന്മസ്ഥലമാണ് അയോധ്യ. അതുകൊണ്ട് അവിടുത്തെ മുസ്ലിം പള്ളിയായ ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ രാമക്ഷേത്രം നിർമ്മിച്ചു. 19-ാം നൂറ്റാണ്ടിൽ പള്ളി പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുൻപ് തന്നെ പള്ളി അവിടെ ഉണ്ടായിരുന്നു. അതിനു മുൻപേ തന്നെ അയോധ്യ രാമന്റെ ആണെന്ന് ആളുകൾക്ക് ധാരണയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ പള്ളി പൊളിക്കുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ജനുവരി 22-ന് രാമക്ഷേത്രം ഉദ്ഘാടനമാണ്. അന്നേ ദിവസം തന്നെ മുസ്ലിം പള്ളികളിലും മദ്രസകളിലും ജയ് ശ്രീറാം മുഴക്കണമെന്ന് ആർ.എസ്.എസ് പറയുന്നു. മറ്റു മതക്കാരും ആരാധനാലയങ്ങളിൽ പ്രാർത്ഥന നടത്തണമെന്ന് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഇന്ദ്രേഷ് കുമാർ. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഏത് മതം സ്വീകരിക്കണമെന്നും ഏത് ദൈവത്തിൽ വിശ്വസിക്കണമെന്നും തീരുമാനിക്കാൻ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അവകാശമുണ്ട്. ആ നിയമത്തെ ഹനിക്കുകയാണ് ആർ.എസ്.എസ് ചെയ്യുന്നത്. രാമന്റെ ഭൂമിയിൽ അവർ ക്ഷേത്രം കെട്ടിപ്പൊക്കി. അവിടെ ആരൊക്കെ പ്രാർത്ഥിക്കണമെന്ന് എന്തിനാണ് ഇവർ തീരുമാനിക്കുന്നത്? അതും ഇനി ശ്രീരാമൻ ഇവരോട് പറഞ്ഞേൽപ്പിച്ചിട്ടായിരുന്നു പോയത്? അല്ലെങ്കിൽ ഇവരുടെ ഐതിഹ്യത്തിൽ എല്ലാ മതക്കാരും ജയ് ശ്രീറാം പാടി നടക്കണമെന്ന് പരാമർശിച്ചിട്ടുണ്ടോ? നൂറ്റാണ്ടുകൾക്കപ്പുറം ദ്രവീകരിച്ച ചിന്തകൾ ആധുനിക ലോകത്തും ഇപ്പോൾ പടർന്നു പിടിക്കുകയാണ്. എത്രയൊക്കെ വികസനം വന്നാലും പുരോഗമിച്ചാലും കീഴ്പോട്ട് വലിക്കുന്ന മുടന്തൻ ചിന്തകളാണ് ബി.ജെ.പി മുന്നോട്ട് വെക്കുന്നത്. ബീഫ് നിരോധനവും ഗോമാതാവിനെ ആചരിക്കുന്നതും എല്ലാം. രാമക്ഷേത്രത്തിന്റെ 25 കിലോമീറ്റർ ചുറ്റളവിൽ മദ്യവും മാംസവും കയറ്റാതിരിക്കുക. ഇവരെന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അമ്പലത്തിന്റെ അകത്ത് പ്രവേശിപ്പിക്കാതിരിക്കാം, അതല്ലേ അതിന്റെ മര്യാദ. അല്ലാതെ ആ പ്രദേശം മുഴുവൻ അയിത്തം കൽപ്പിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. ഇഷ്ടമുള്ളവർ കഴിക്കട്ടെ, അതല്ലാത്തവരെ നിർബന്ധിക്കുന്നത് മതേതര ഇന്ത്യക്ക് ചേർന്നതല്ല. അപ്പോൾ പിന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഗോമാതാവിനെ ആചരിക്കുന്ന കൊണ്ടാണ് ബീഫ് നിരോധനമെങ്കിൽ ഹിന്ദു ദൈവങ്ങളുടെയും അവരുടെ അവതാരങ്ങളായ ദേവീ ദേവന്മാരുടെ വാഹനങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ജീവിയെയും ഉപദ്രവിക്കാൻ പാടില്ലല്ലോ. ഉദാഹരണത്തിന് ഗണപതിയുടെ വാഹനമായ എലിയെ ആർക്കും തല്ലിക്കൊല്ലാൻ പറ്റില്ലല്ലോ. അടുത്തത്, റെയിൽവേ സ്റ്റേഷനുകളിൽ മോദി സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കാൻ ചിലവാക്കിയ തുക വെളിപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. നടപടി 6.30 കോടി രൂപ ചിലവായെന്ന് വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി നൽകിയതിനെ തുടർന്ന് ശിവരാജ് മാനന്തപുരക്കെതിരെയാണ്. അയാൾ അവരുടെ ജോലി ചെയ്തതിന് എന്തിനാണ് പുറത്താക്കുന്നത്? അതിന് ചെലവായ തുക പുറത്തു വിടുന്നതിൽ എന്താണ് തെറ്റ്? അത് മറച്ചു വെക്കേണ്ട ആവശ്യകത എന്താണുള്ളത്? ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ സെൽഫി പോയിന്റിന്റെ താഴെ ഒരു വയോധികൻ കിടന്നുറങ്ങുന്ന ചിത്രം പ്രചരിക്കുന്നുണ്ട്. ഇത്രയും കോടി രൂപ മുടക്കി എന്തിനാണ് സെൽഫി പോയിന്റ് സ്ഥാപിക്കുന്നത്? ആ തുകയും ദരിദ്രരുടെ ഫണ്ടിൽ ചേർത്ത് അവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം അടുത്ത തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കുന്നു. മോദിയുടെ ഇന്നലത്തെ പ്രസംഗത്തിൽ അവർക്ക് 4 ജാതിയാണ് ഉള്ളത്: ദരിദ്രർ, കർഷകർ, യുവാക്കൾ, സ്ത്രീകൾ എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ വിഭാഗത്തെ തന്നെ അവർ ഉപേക്ഷിച്ചു. പരസ്പര വിരുദ്ധമായി പറയാനും പ്രവർത്തിക്കാനും ആ ഭാരത്തോലിക്കെട്ടി വേണം. ഇനിയും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഗുജറാത്ത്, മണിപ്പൂർ കലാപങ്ങൾ, സ്ത്രീ സുരക്ഷാ വാഗ്ദാനം പ്രകടന പത്രികയിൽ കാണിച്ച് അധികാരത്തിൽ കയറിയ അന്ന് മുതൽ കുഞ്ഞു കുട്ടികൾ മുതൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, ഹിന്ദുവൽക്കരിക്കുന്ന പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം, വിശ്വാസികളെ വർഗീയതയുടെ കുടയിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഭരണകൂടമൊക്കെ എല്ലാം കൃത്യമായി ചെയ്യുന്നു. ഇപ്പോൾ പ്രചാരണത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനുകളിൽ സെൽഫി പോയിന്റ് സ്ഥാപിക്കുന്നു. ഇന്ത്യയിൽ ഉടനീളമുള്ളത് കൊണ്ട് പ്രചാരണം കുറച്ച് എളുപ്പമായി. ഇതൊക്കെ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ബി.ജെ.പിക്ക് അധികാരത്തോടുള്ള ആർത്തി മാത്രമാണ്. പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെ ജനങ്ങൾക്ക് ചെറുതെന്തെങ്കിലും ചെയ്തു കൊടുത്ത് വലുത് കൊയ്യാനുള്ള ശ്രമം.